പ്ലസ് പോയിന്റ്സ് ആണ് വിഷ്ണുവിന്റെ. നടപ്പിലും എടുപ്പിലും വർത്തമാനത്തിലും പിന്നെ ചടുലമായിട്ടുള്ള ചലനത്തിലും എല്ലാം ഈ ക്രിസ്പിനെസ് ഉണ്ട്. അത് വാസ്തവത്തിൽ എന്താ പറയേണ്ടത്, ഒരു സ്വർണ്ണപ്പൂവിന് അതിന് സുഗന്ധം കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മുടെ ചെറിയ വിഷ്ണു. അടി തൊട്ട് മുടി വരെ ഈ എക്സ്പ്രഷൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കൊന്നും എഴുതാൻ തോന്നിയില്ല. ചില പിച്ചവിട്ടു ഈ പറഞ്ഞ പോലെ ചില സ്ട്രെയിനും ഒക്കെ തോന്നി. പക്ഷെ അതെല്ലാം കാറ്റിൽ പറന്ന പോലെ തോന്നി എനിക്ക്. എന്തായാലും ഭാവിയിലെ ഒരു വലിയ ഗായകൻ. എന്റെ വിഷ്ണു മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ വിഷ്ണു ത്രില്ലിംഗ് പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഡാൻസേഴ്സിന് എല്ലാവർക്കും ബിഗ് ഹാൻഡ് കൊടുക്കണം. അവർ വിഷ്ണുവിന് സ്റ്റേജിലേക്കും സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയാണ്ട്. ഹരീഷാണ് എനിക്ക് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യങ്ങൾ, വിഷ്ണു പാടുന്നിടത്ത് നന്നായിട്ട് പാടി, അതിലപ്പുറം ഡാൻസിന്റെ പാർട്ട് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, അറിയാതെ വിഷ്ണുവിന്റെ ഗ്ലാസ് സ്പെക്സ് കൂളിംഗ് ഗ്ലാസ് താഴെ ചാടി. ഒന്നും അറിയതില്ല വിഷ്ണു, ശ്രദ്ധിച്ചതേ ഇല്ല. വിഷ്ണു അറിഞ്ഞു അത് ചാടി എന്നുള്ളത്. പക്ഷെ ചാടി എന്നുള്ള മനസ്സിലായി. പക്ഷെ വിഷ്ണു അതിനകത്ത് അവസാനം വരെ ചവിട്ടിയില്ല. അതാണ് കാര്യം. അതാണ് വിഷ്ണുവിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നെ അഖില ചേച്ചി പറഞ്ഞില്ലേ, കണ്ടിട്ട് മതിയായില്ല പറഞ്ഞത്. എന്താ ചോദിച്ചത്? അത്രയ്ക്കും തോന്നിയോ? ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ, അതാണ് വിഷ്ണുവിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ശിശുദിനമാണ്. ഇന്ന് വിഷ്ണു ദിനം എന്ന് പറയാം. നമുക്ക് ഗ്രാൻഡ് പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഒന്ന് ചെറുതായിട്ട് സീരിയസ് ആവാം. വീട്ടുക്ക് വാസപ്പടി വേണം അല്ലെ? വീടുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? വാസപ്പടി വേണം. വാസപ്പടി എന്ന് പറഞ്ഞാല് മുൻഭാഗത്തുള്ള വീട്ടിലേക്ക് കയറി വരുന്ന പടിയാണ്. വീടില്ലാത്തവരെന്ത് ചിന്തിക്കും? അവര് വാസപ്പടിയെ പറ്റി ആലോചിക്കുന്നില്ല, വീട് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്